ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ഇറാന് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നിബന്ധനകൾ ഇറാൻ ലംഘിച്ചതായി ട്രംപ് ആരോപിച്ചു. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഈ ജലപാത കൈകാര്യം ചെയ്യുന്നതിനാൽ ഇറാൻ പരാജയപ്പെട്ടുവെന്നും ഇറാന്റെ സഹായത്തോടെയോ അല്ലാതെയോ ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ ഉടൻ സാധാരണ നിലയിലാക്കുമെന്നും അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചിരുന്നെങ്കിലും കരാർ നിലവിൽ വന്നതിന് ശേഷം വെറും 10 കപ്പലുകൾ മാത്രമാണ് കടലിടുക്ക് കടന്നത്. ഈ പാതയിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്ന് ഇറാൻ നിയമവിരുദ്ധമായി ഫീസ് ഈടാക്കുന്നുവെന്ന റിപ്പോർട്ടുകളിൽ ട്രംപ് രോഷം പ്രകടിപ്പിച്ചു. ഇത് സമാധാന കരാറിന്റെ ലംഘനമാണെന്നും ഇത്തരം പ്രവൃത്തികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കർശനമായി ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ അമേരിക്ക ഇറാൻ ബന്ധം വീണ്ടും വഷളാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇറാൻ നേതാക്കൾ സമാധാന കരാറിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടാൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ലെബനനുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഏപ്രിൽ 11 പാകിസ്ഥാനിൽ ഇറാനിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. ജാരഡ് കുഷ്ണർ ഉൾപ്പെടെയുള്ള പ്രമുഖരായിരിക്കും ഈ ദൌത്യത്തിൽ പങ്കുചേരുന്നത്. അതേസമയം ലെബനനും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ അടുത്തയാഴ്ച അമേരിക്കയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. അതേസമയം ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇറാൻ പുതിയ നാവിഗേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സമുദ്രമൈനുകളുടെ ഭീഷണി ഒഴിവാക്കുന്നതിനും വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി റവല്യൂഷണറി ഗാർഡ്സ് ആണ് പുതിയ യാത്രാ ഭൂപടം തയ്യാറാക്കിയത്. കടലിടുക്ക് പൂർണ്ണമായും തുറന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിലും നിശ്ചിത റൂട്ടുകളിലൂടെ ഗതാഗതം നിയന്ത്രിക്കാനാണ് ഇറാന്റെ നീക്കം. അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ഈ പുതിയ നടപടി. ഏപ്രിൽ 8 പ്രഖ്യാപിച്ച കരാർ പ്രകാരം ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിന്മാറണമെന്നും പകരം ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ അനുവദിക്കണമെന്നുമാണ് വ്യവസ്ഥ. മേഖലയിൽ ദീർഘകാലം സമാധാനം ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഏപ്രിൽ 10 കപ്പൽ ഗതാഗതം ഭാഗികമായി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം ഒമാൻ കടലിൽ നിന്ന് ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ലാറക് ദ്വീപിന് വടക്ക് ഭാഗത്തുകൂടി സഞ്ചരിക്കണം. ഗൾഫിൽ നിന്ന് പുറത്തു കടക്കുന്ന കപ്പലുകൾ ദ്വീപിന്റെ തെക്ക് ഭാഗത്തുകൂടി പാത പിന്തുടരണം. കൂടാതെ കടലിടുക്കിലൂടെയുള്ള യാത്രയിലുടനീളം ഇറാനിയൻ നാവികസേനയുമായി അടുത്ത ബന്ധം പുലർത്താനും കപ്പലുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനുള്ള ഇറാന്റെ ആലോചന പുതിയ തർക്കങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. സമാധാന കരാറിന്റെ ഭാഗമായി ഇത്തരമൊരു ഫീസ് ഏർപ്പെടുത്തുന്നതിനെ ഒമാൻ ശക്തമായി എതിർത്തതായാണ് സൂചന. എന്നാൽ കപ്പലുകൾക്ക് ചാർജ് ചുമത്തുന്നതിനുള്ള സംയുക്ത സംവിധാനത്തെക്കുറിച്ച് വാഷിംഗ്ടൺ ആലോചിക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായെങ്കിലും കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷാ മാനദണ്ഡങ്ങളും സംബന്ധിച്ച ചർച്ചകൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടക്കുകയും ചെയ്തു. ഏപ്രിൽ 8 രാവിലെയാണ് ഇറാനും അമേരിക്കയും രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയിലെത്തിയത്. കരാറിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ ഇറാൻ സമ്മതിച്ചിരുന്നെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടർന്നതോടെ ഇറാൻ നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.